സന്തോഷമുള്ള ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇത് നിങ്ങളുടെ സ്വന്തം ആർജെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന FM മെഡോണ 39.25 പറയാൻ പാഠം കേട്ടു രസിക്കാം. ഞാൻ നിങ്ങളുടെ ആർജെ ഇഷാനി. ഇന്നലെ ഫെബ്രുവരി 2 ലോക ജലാശയ ദിനം ആയിരുന്നല്ലോ. നമ്മൾ ജലാശയത്തെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഇന്നലത്തെ റേഡിയോയിലൂടെ കേട്ടു അല്ലേ? കുട്ടികളെ, ജലാശയം എന്ന് കേട്ടാൽ എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത്? കായൽ, പുഴ, തടാകം, ചതുപ്പ് അല്ലേ? ജലാശയങ്ങൾ നമ്മുടെ പ്രകൃതിയുടെ വലിയ നിധിയാണ്. മത്സ്യങ്ങൾ ജീവിക്കുന്നതും പക്ഷികൾ വിശ്രമിക്കുന്നതും ചെടികളും മരങ്ങളും വളർത്തുന്നതും ഈ ജലാശയങ്ങളിലാണ്. മഴ പെയ്യുമ്പോൾ വെള്ളം ശേഖരിക്കാനും വെള്ളപ്പൊക്കം കുറയ്ക്കാനും ജലാശയങ്ങൾ നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ശ്വസിക്കുന്ന ശുദ്ധവായുവിനും ജലാശയങ്ങൾക്ക് വലിയ പങ്കുണ്ട്. എങ്ങനെയാണ് ജലാശയ ദിനം ലോകത്തിൽ ആചരിക്കാൻ തുടങ്ങിയത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? ഒന്ന് കേട്ടു നോക്കൂ. എല്ലാ വർഷവും ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നു. 1971 ഫെബ്രുവരി 2 ഇറാനിലെ കാസ്പിയൻ കടൽത്തീരത്തിലെ രാംസർ നഗരത്തിൽ വച്ച് ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവെക്കുകയുണ്ടായി. ഈ ദിവസത്തിന്റെ ഓർമ്മ നിലനിർത്താനും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും 1997 ഫെബ്രുവരി 2 മുതലാണ് ആഗോളതലത്തിൽ തണ്ണീർത്തട ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഈ ദിവസം നടക്കുന്ന വിവിധ പരിപാടികളിലൂടെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ തണ്ണീർത്തടങ്ങളുടെ പ്രത്യേകതകളും പ്രാധാന്യവും ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. റാംസർ ഉടമ്പടിയിലെ അംഗമായ ഒരു രാജ്യമാണ് ഇന്ത്യ. രാജ്യത്ത് ഈ ഉടമ്പടി പ്രകാരം മൊത്തം 6,77,131 ഹെക്ടർ വിസ്തൃതിയിൽ 25 തണ്ണീർത്തടങ്ങളെ റാംസർ സൈറ്റുകളായി പരിഗണിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും നിലനിൽപ്പും ഉറപ്പുവരുത്തുവാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിനാണ്. 115 നീർത്തടങ്ങളെയാണ് ഇന്ത്യയിൽ ഇതുവരെ പരിപാലനത്തിനായി പരിഗണിച്ചിട്ടുള്ളത്. രാജ്യത്ത് ഭീഷണി നേരിടുന്ന മറ്റു തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുവാനായി സംരക്ഷണവും പരിപാലനവും എന്ന നിയമാവലിക്ക് 2010 വനം പരിസ്ഥിതി മന്ത്രാലയം രൂപം കൊടുത്തിരുന്നു. കരപ്രദേശങ്ങൾക്കും തുറന്ന ജലപ്പരപ്പിനുമിടയിൽ കിടക്കുന്ന ജലപൂരിതമോ വെള്ളം കെട്ടിക്കിടക്കുന്നതോ ആയ മേഖലകളാണ് തണ്ണീർത്തടങ്ങൾ. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നവയും വേനൽക്കാലത്ത് വെള്ളം ഇറങ്ങിപ്പോയി കരയായി മാറുന്ന പ്രദേശങ്ങളും തണ്ണീർത്തടത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടും. തണ്ണീർത്തടത്തിലെ ജലപൂരിതമായ ആവാസ്ഥ ധാരാളം ജലമുള്ള സാഹചര്യത്തിൽ മാത്രം വളരുന്ന ജലസസ്യങ്ങളുടെയും ജലപക്ഷികളുടെയും ആവാസസ്ഥാനമായി ഇവയെ മാറ്റുന്നു. വേമ്പനാട്ടുകായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട കായൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന തണ്ണീർത്തടങ്ങൾ. കൂട്ടുകാരെ, ലോക ജലാശയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മോടിത് പറഞ്ഞു തന്നത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ?
4ാം ക്ലാസ്സിലെ ആദിക്, അഭയദേവ്, നിഹാൽ സുരേഷ്. കൂടുതൽ വിശേഷവുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. നാളെ വീണ്ടും കാണുന്നതുവരെ ദിസ് ഈസ് RJ ഇഷാനി സൈനിങ് ഓഫ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM എഡോണ 39.25 പറയാൻ പാടാം കേട്ടു രസിക്കാം.